എഡി ഗാനറ്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 25 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇൻസ്റ്റാൾ CCTVs ഡിസ്പ്ലേ നെയിംസ് ഓഫ് ഓണേഴ്സ് ഓഫ് ഈറ്ററീസ് യോഗി. ഉത്തർപ്രദേശിൽ ഉള്ളൊരു ചെറിയൊരു ന്യൂസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള യോഗി ആദിത്യനാഥ് പുതിയതായിട്ടൊരു തീരുമാനം കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാ ഈറ്ററീസ്, അതായത് എല്ലാ ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സ്, ഉത്തർപ്രദേശിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സിലും അതിന്റെ ഓപ്പറേറ്റേഴ്സ് ആരാണ്, പ്രൊപ്പറേറ്റേഴ്സ് ആരാണ്, മാനേജേഴ്സ് ആണ്, അവരുടെ പേര് ആൻഡ് അഡ്രസ്സ് അവിടെ മെയിൻ ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഷെഫിനും വെയിറ്റേഴ്സിനും, ചീഫായിട്ടുള്ള ഷെഫ് ആൻഡ് വെയിറ്റേഴ്സിനും എല്ലാവരും തന്നെ മാസ്ക് ആൻഡ് ഗ്ലൗസസ് യൂസ് ചെയ്യണം. ദെൻ എല്ലാ ഹോട്ടൽസിലും ആൻഡ് റെസ്റ്റോറൻറ്റ്സിലും എല്ലാ ന്യൂക്ക് ആൻഡ് കോർണറിൽ എല്ലായിടത്തും തന്നെ CCTV ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ കുറച്ച് ഉത്തരവുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് എവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. അവിടുത്തെ CM ആയിട്ടുള്ള യോഗി ആദിത്യനാഥാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്നത്, അടുത്തിടെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും CCTV ക്യാമറാസ് ഉറപ്പാക്കിയ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഉത്തർപ്രദേശ് ആയിരിക്കും. ഓക്കെ, ഇത് ഇങ്ങനൊരു കാര്യം വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇങ്ങനൊരു ഇംപ്ലിമെന്റേഷൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, അവിടുത്തെ അവിടെ ഒരു റീൽ വരികയും അത് ഭയങ്കര വൈറലാവുകയും ചെയ്തു. ക്ലെൻലിനെസിന്റെ ഒരു റീലായിരുന്നു അത് വൈറലാവുകയും ചെയ്തു. അതിന്റെ ഒരു റെമഡിയൽ മെഷർ ആയിട്ടാണ് ഇങ്ങനൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഹൈക്കോർട്ട് റിസ്ട്രെയിൻ സോഷ്യൽ മീഡിയ ഫ്രം ഷെയറിംഗ് ലൈവ് കോർട്ട് പ്രൊസീഡിങ്സ്. ഇതെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോർട്ട് ഒരു 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതായത് തന്നെ 5 യൂട്യൂബ് ചാനലിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ചാനൽസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ്, മെറ്റ ആൻഡ് എക്സിനെയാണ് ആദ്യം എന്ത് ചെയ്തത്, ജസ്റ്റ് ഒന്ന് ടെമ്പററി ആയിട്ട് റെസ്ട്രെയിൻ ചെയ്തത്. പിന്നീട് ഉള്ള 5 യൂട്യൂബ് ചാനൽസ്, യൂട്യൂബിൽ തന്നെ ഏതൊക്കെ ചാനൽസ് ആണെന്ന് ചോദിച്ചാൽ കഹാലി ന്യൂസ്, ഫാൻ ട്രോസ്, പ്രതിധ്വനി, അവന്യാൻ ആൻഡ് രവീന്ദ്ര ജോഷി ക്രിയേഷൻസ്, ഇത്രയും ചാനൽസിനെയാണ് അവര് എന്ത് ചെയ്തത്, തൽക്കാലത്തേക്കൊന്ന് ഷട്ട് ചെയ്ത് വെച്ചത്. ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോർട്ടിൽ നടക്കുന്ന കുറെ പ്രൊസീഡിങ്സ് എല്ലാം ലൈവ് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കർണാടകയിലെ റൂൾ 10 പ്രകാരം അത് വയലേഷൻ ആണ്. അപ്പൊ ഈ പുറത്തേക്ക് പോകുന്ന ഈ ന്യൂസസ് എന്ന് പറയുന്നത് പല രീതിയിലും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ആ ന്യൂസിനെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് മിസ്യൂസിങ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോർട്ട് പ്രൊസീഡിങ്സ് ഒന്നും തന്നെ പുറത്തു പോകണ്ട എന്നുള്ളത് കൊണ്ടും അവിടുത്തെ റൂൾ 10 അതൊരു എഗെയിൻസ്റ്റ് ആയതുകൊണ്ടാണ് കർണാടക ഹൈക്കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, മുംബൈ മെട്രോ അക്വാലൈൻ ഫേസ് 1 ടു സ്റ്റാർട്ട് ഇൻ ഫസ്റ്റ് 3 വീക്ക് ഓഫ് ഒക്ടോബർ. അതായത് മുംബൈയിലെ മെട്രോ 3യുടെ ഫസ്റ്റ് ഫേസിന്റെ ഉദ്ഘാടനം എന്നുകൊണ്ടാണ് ഒക്ടോബർ 1 മുതൽ അത് ഓപ്പൺ ആക്കി കൊടുക്കും എന്നുള്ള ന്യൂസ് ആണ്. ഈ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ബന്ദ്ര കുർള കോംപ്ലക്സ് BKC മുതൽ അരേ വരെയാണ്. അതിന്റെ അരുതെന്ന് ടോട്ടൽ 12.5 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. 12.5 കിലോമീറ്റേഴ്സിന് അതൊരു 9 സ്റ്റേഷൻസ് വരുന്നുണ്ട്. 9 സ്റ്റേഷൻസിനകത്ത് തന്നെ അവിടുത്തെ ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്, 2 എയർപോർട്ട്സും ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ഇതിൽ. ഒരു 9 സ്റ്റേഷൻസ് ഉണ്ട്. അതിനൊക്കെ 9 ട്രെയിൻസും ആണ് പറയുന്നത്. 9 to 10 ട്രെയിൻസ് ആണ് ഇൻക്ലൂഡ്. ഒരു 10 ട്രെയിനിൽ 2500 പാസഞ്ചേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും എന്നുള്ള ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മുംബൈയിലെ മെട്രോ 3യുടെ ഫസ്റ്റ് ഫേസിന്റെ ഇനാഗുറേഷൻ ആണ് ഒക്ടോബർ 1. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, ഗുഡ് ബിഗിനിങ് സേസ് ഇന്ത്യ ഓൺ UNSC റിഫോം ഡോക്യുമെന്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ പുതിയ ഒരു രീതി അഡോപ്റ്റ് ചെയ്തു. അതാണ് പാക്ട് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അത് എന്തിനാന്ന് പറഞ്ഞാൽ, യുണൈറ്റഡ് നേഷന്റെ സെക്യൂരിറ്റി കൗൺസിലിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. അതിനകത്ത് കുറച്ചുകൂടെ റെപ്രസെന്റേറ്റീവ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി 21st സെഞ്ചുറി ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ റെപ്രസെന്റേറ്റീവ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനെ ആണ് എന്താ പാക്ട് ഫോർ ഫ്യൂച്ചർ എന്ന് വിളിച്ചിരിക്കുന്നത്. ടു മേക്ക് ദ UN more relevant and effective in 21st century, addressing criticism of the organization failure to prevent conflicts and enforce accountability. അപ്പോൾ ഇപ്പോൾ വേൾഡിലായിട്ട് നടക്കുന്ന കുറെ ഇഷ്യൂസിനകത്തൊന്നും UN പറഞ്ഞിട്ട് ആളുകൾ കേൾക്കുന്നില്ല, കൺട്രീസ് അനുസരിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള കൺട്രീസിനെ ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ അംഗത്വം കുറച്ചുകൂടി സ്ട്രോങ് ആക്കി അതുവഴി ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് UNന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിനെ പാക്ട് ഫോർ ഫ്യൂച്ചർ എന്നൊരു പേരാണ് ആ ഒരു പ്രോഗ്രാമിനായിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് UN ചാർട്ടർ ഓഫ് 1945 പ്രകാരം നിലവിൽ വന്നതാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം അല്ലെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിനകത്ത് പാക്ട് ഫോർ ഫ്യൂച്ചറിന്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, next news. Army to receive Apache choppers in December. Deploy LCH in Ladakh next year. So ഇതെന്ന് പറയുന്നത് രണ്ട് ന്യൂസസ് ആണ്. ഒന്ന് അപ്പാച്ചയെ പറ്റിയുള്ള ന്യൂസ് ഉണ്ട്, ദെൻ LCHനെ പറ്റി, അപ്പാച്ചെ ചോപ്പറിനെ പറ്റിയും LCHനെ പറ്റിയുള്ള ന്യൂസ് ഉണ്ട്. സോ വാട്ട് ഇസ് അപ്പാച്ചെ ചോപ്പർ? അപ്പാച്ചെ ചോപ്പർ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഹെലികോപ്റ്റേഴ്സ് ആണ്. അത് അറ്റാക്കിംഗ് ഹെലികോപ്റ്റേഴ്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ US-ഉമായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ US-ലെ ബോയിങ്ങിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഇത് വരുന്നത്. ആക്ച്വലി ഇത് മെയിലും ജൂണിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ അവിടുത്തെ കുറച്ച് ഇന്റേണൽ ഇഷ്യൂസ് കാരണം നമുക്ക് അതുവരെ കിട്ടിയിട്ടില്ല. ഡിസംബറിൽ അതിന്റെ ഫസ്റ്റ് 6 എണ്ണത്തിന് വേണ്ടിയിട്ടാണ് അപ്പാച്ചെ ചോപ്പേഴ്സ് ആണ്. AH-64E എന്നാണ് അതിന്റെ പേര്. അപ്പൊ AH-64E അപ്പാച്ചെ ചോപ്പേഴ്സിന്റെ 6 എണ്ണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന MOU. അതിൽ 3 എണ്ണം ഡിസംബറിൽ കിട്ടും. ആക്ച്വലി മെയിലും ജൂലൈയിലായിട്ട് കിട്ടേണ്ടതാണ്, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഡിസംബറിൽ കിട്ടും എന്നുള്ള ന്യൂസ് ആണ് വരുന്നത്. സോ അപ്പാച്ചെ ചോപ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പാച്ചെ ചോപ്പേഴ്സ് എന്ന് പറയുന്നത് അറ്റാക്കിംഗ് ഹെലികോപ്റ്റേഴ്സ് ആണ്. സോ അവര് നമ്മൾ ഡെസേർട്സിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററിനെക്കാളും കുറച്ചും കൂടി ഫ്രണ്ടിൽ നിൽക്കുന്നത് LCHs ആണ്. LCH മീൻസ് ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റേഴ്സ് ആണ്. അത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ആണ്. അത് നെക്സ്റ്റ് ഇയറിൽ അത് ലഡാക്കിൽ ലഡാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞ് മൂടി കിടക്കുന്നു, മൗണ്ടൈൻസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പാച്ചെ ഹെലികോപ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡെസേർട്ടിലാണെങ്കിൽ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശത്ത് യൂസ് ചെയ്യാനാണ് LCH യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ, എന്താണ് LCH, എന്താണ് അപ്പാച്ചെ ചോപ്പേഴ്സ് എന്ന് യൂസ് കഴിഞ്ഞാൽ അതിനകത്ത് അപ്പാച്ചെ ചോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ പേര് AH-64 അപ്പാച്ചെ ആണ്. അതിൽ ലോകത്തെ തന്നെ ഏറ്റവും മൾട്ടി കോർ കോമ്പാക്ട് ഹെലികോപ്റ്റേഴ്സ് ആണ് US ആർമി അതിനകത്തുള്ള ഫേമസ് ആയിട്ടുള്ള കൺട്രീസിലെ ആർമീസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ LCHനെ പിന്തുടർന്ന് രണ്ടാമത്തെ സെക്കൻഡ് അറ്റാക്കിംഗ് ഹെലികോപ്റ്റേഴ്സ് ആണ്. ഇനി LCH എന്ന് പറയുമ്പോഴത്തേക്ക് വേൾഡിലെ ഒരേ ഒരു അറ്റാക്കിംഗ് ഹെലികോപ്റ്റർ, ലോകത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ഒരേ ഒരു അറ്റാക്കിംഗ് ഹെലികോപ്റ്റർ ആണ് LCH എന്ന് പറഞ്ഞാൽ. ഒരു 5,000 മീറ്റേഴ്സിനകത്തിന് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും എല്ലാം അതിന് പറ്റും. അതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് വെപ്പൺസും ഫ്യൂൽസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതാണ് LCHന്റെ പ്രത്യേകത. ദെൻ അതിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ലെഡാർ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആയതാണ് നമുക്ക് എല്ലാം പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ദെൻ അതിനെന്ന് പറയുന്നത് ക്രാഷ് ആവത്തില്ല, ക്രാഷ് പ്രൂഫ് ആണ്. അത് കണക്ക് തന്നെ ലാൻഡ് ചെയ്യാനായിട്ട് ഗിയറിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ HALന് 165 LCH നിർമ്മിക്കാനാണ് ഇന്ത്യൻ ഗവൺമെന്റുമായിട്ടുള്ളൊരു കരാറിലുള്ളത്. ദെൻ ഇതെന്ന് പറയുന്നത് എയർ ടു ഗ്രൗണ്ടും എയർ ടു എയർ മിസൈൽ ഫയറിങ്ങും LCHന് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് LCH ന്യൂസ്. അപ്പോൾ LCH എവിടത്തേക്കാണ് യൂസ് ചെയ്യുന്നത്? മൗണ്ടൈൻസിലേക്കാണ്. അപ്പാച്ചെ ചോപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് എവിടത്തേക്കായിരിക്കും? ഡെസേർട്ടിലേക്കായിരിക്കും. അപ്പോൾ ഈ അപ്പാച്ചെ ചോപ്പേഴ്സിന് വേണ്ടിയിട്ട് 2020 ഫെബ്രുവരിയിലാണ് USA ആയിട്ട് MOU സൈൻ ചെയ്തിരിക്കുന്നത്. അത് 6 എണ്ണത്തിനാണ് കേട്ടോ. അപ്പാച്ചയുടെ തന്നെ 6 ഏതാന്ന് വെച്ചാൽ AH-64E എന്ന് പറയുന്ന 6 അപ്പാച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ MOU സൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ 3 എണ്ണം ഡിസംബറിൽ ലഭിക്കും എന്നുള്ളതാണ് ന്യൂസ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഹാസ് നോട്ട് ഫോളൻ ലേബർ സർവേ. Survey report says that there is a minor increase in distribution of workers in agriculture. അതായത് ലേബർ അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റിന്റെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന് ഒരു ചേഞ്ച് വന്നില്ല, നേരത്തെ അതേ റേറ്റ് 3.2 തന്നെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഏത് പീരീഡ് ആണെന്ന് വെച്ചാൽ ജൂലൈ 2023 ജൂലൈ 2024 വരെയുള്ള ആ ഒരു കാലയളവിലുള്ള റിപ്പോർട്ടാണ്. അതിനകത്ത് ലേബർ പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിട്ടുണ്ട്. 50.7 നിന്ന് ഇപ്പൊ 2023 ആയപ്പോൾ 63.7 ആയിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ആണ് തന്നിരിക്കുന്നത്. അർബൻ ഏരിയാസിൽ ഇൻക്രീസ് ആയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, BOB easymytrip.com unveil co-branded travel debit card. അതായത് ബാങ്ക് ഓഫ് ബറോഡയും അതേ കണക്ക് തന്നെ easymytripും കൂടി ചേർന്നിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവരൊരു ഫസ്റ്റ് ഡെബിറ്റ് കാർഡ് ട്രാവൽ ഡെബിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഒരു ട്രാവൽ ഡെബിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് കുറച്ചും കൂടി അതിനകത്തേക്ക് ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് വേണ്ടി ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സ്കീമാണിത്. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ പേരാണ് സഞ്ജയ് മുതലിയാർ എന്ന് പറയുന്നത്. ബാങ്ക് ഓഫ് ബറോഡ ഈസി മൈട്രി കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ട്രാവൽ ഡെബിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീലങ്കയിൽ പുതിയ പ്രസിഡന്റിനെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് പുതിയ പ്രൈം മിനിസ്റ്ററിനെ സെലക്ട് ചെയ്തെന്നുള്ളതാണ്. ഹരണി അമരസൂരിയാണ് പുതിയ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഒരു 54 ഇയേഴ്സ് ആയിട്ടുള്ള ലേഡിയാണ് ഹരണി എന്ന് പറയുന്നത്. ശ്രീലങ്കയിൽ തന്നെ 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. ഇതിനു മുമ്പ് സിരിമാവോ ബന്ദരനികയും അതേണക്ക് തന്നെ അവരുടെ മകളായിട്ടുള്ള ചന്ദ്രിക ബന്ദരനികയും എല്ലാം എന്തായിട്ടുണ്ടായിരുന്നു, അവിടുത്തെ പ്രൈം മിനിസ്റ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. താങ്ക് യു. സോ അടുത്ത ദിവസം വേറെ കുറച്ച് കാണുന്നവരെ താങ്ക് യു.